ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശിവ വീട് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് കാണുന്ന അഭിയാണെങ്കിൽ പേടിച്ച് ചെന്നിട്ട് അഞ്ജുവിനെയും രാഹുലിനെയും വിവരം അറിയിക്കുന്നുണ്ട്. അവൾക്ക് വിവേകേട്ടൻ്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവ്നെസ് ഉള്ള ആളാണ്. അവൾ തനിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് പറയുന്നു. നീ ഒട്ടും പേടിക്കാതെ തന്നെ വസുന്ധര ആൻറ്റിയോട് കാര്യങ്ങൾ സംസാരിക്കണം, പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് അഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വസുന്ധര മേഡത്തിനോട് കാര്യങ്ങൾ പറയാനായിട്ട് അഭി ചെല്ലുന്നുണ്ട്. പിന്നീട് വഴിക്ക് പോകുന്ന ശിവയെ ആക്രമിക്കാനായിട്ട് 2 ഗുണ്ടകൾ വരുന്നുണ്ട്. അങ്ങനെ അവൾ പിടിച്ചു വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ചിലപ്പോൾ രക്ഷപ്പെട്ട് വീണ്ടും ഝാൻസി വില്ലയിലേക്ക് തന്നെ ശിവ മടങ്ങി വരും. അതിനുശേഷം തന്നെ വിവേകിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വസുന്ധരയോട് ചിലപ്പോൾ ശിവയുടെ കാര്യം അല്ലായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് അതായത് വിവേകും വർഷയും മഞ്ജുവും തിരിച്ചു വരില്ല, അവർ രാത്രിയിൽ ഒരു സ്ഥലത്ത് അകപ്പെട്ടു എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേന് വസുന്ധര വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ വിവേകിനെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങോട്ടും പോരുത്, അവർ 2 പേരും സംരക്ഷിക്കണം എന്നൊക്കെ. വർഷയെ പ്രത്യേകിച്ചും, കാരണം അവൾക്ക് വയ്യാത്തതാണ്, അവൾ കൈകൊണ്ട് വയ്യ എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പൊന്നുപോലെ അവളെ നോക്കിക്കോളാം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന വർഷ ഒരുപാട് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടും വർഷയാണെങ്കിലോ എല്ലാത്തിനും സംരക്ഷിക്കാൻ വിവേക് തയ്യാറായി നിൽക്കുവാണ്. അങ്ങനെ ഒരു ആനയുടെ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് വിവേക് പേടിക്കുന്നുണ്ടെങ്കിലും വർഷ അവിടെ ജീവിച്ചൊരു കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഇതൊന്നും പേടിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വിവേകിൻ്റെ പേടിയൊക്കെ കാണുമ്പോൾ അവൾ പൊട്ടിച്ചിരിക്കുകയാട്ടോ ചെയ്യുന്നത്. ഈ രാത്രി വിവേകും വർഷയും തനിച്ച് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതോടുകൂടി തന്നെ അവരുടെ പ്രണയം ആരംഭിക്കാനായിട്ട് പോവാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ റിവ്യൂ കഴിയുന്നത്. അടുത്ത എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം.